ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പുതിയ ചെറിയൊരു ബ്ലോഗാണ്. നമ്മളെ കുട്ടികളുടെ കൂടെയുള്ളൊരു ബ്ലോഗാണ്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് പഴയ നമ്മളെ നഷ്ടപ്പെട്ട ബാല്യത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് തമാശ രൂപത്തിലാണെങ്കിലും നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ചെറുതായിട്ടുള്ള ഉപദേശങ്ങൾ നമ്മളതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു തമാശക്ക് എടുത്ത വ്ളോഗാണെങ്കിൽ കൂടി കുട്ടികൾ പുറത്ത് നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മൊബൈലിൻ്റെ എഡിറ്റാകുന്ന ഈ ഒരു സമയത്ത് കുട്ടികളെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ വഴിതിരിച്ച് വിടാം എന്നുള്ള ഒരു ഉപദേശം കൂടി ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മിഠായികളൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മിഠായി കഴിഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കച്ചവടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവർ തന്നെ കുട്ടികളായതുകൊണ്ട് തന്നെ ആളുകൾ ആവശ്യമില്ലാതെയും വാങ്ങിയിട്ട് അവർക്ക് തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു പ്രോത്സാഹനം എന്നുള്ള രൂപത്തിലാണ് കേട്ടോ ഇത്തരം പ്രവർത്തികൾ മക്കൾ ചെയ്യുമ്പം അതിനെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയ വ്ളോഗാണ്. ഇവിടെ ഒരു അണ്ണാച്ചിക്കുട്ടി ഉണ്ട് കേട്ടോ. ഇതൊരു അണ്ണാച്ചിക്കുട്ടി. ഇതെന്താ പരിപാടി? കേന്നു ഇതാ ചക്കരപ്പുട്ട. ഇനോ ഇത് ചക്കരപ്പുട്ട. ഈ അപ്പൊക്കെ ഉണ്ടാക്കി കേട്ടോള്. ഇതാണ് നമ്മളെ ഇനൂസ്. ഓക്കെ, ഇനി നമ്മൾ കച്ചവടം ഒന്ന് പോയേക്കാം. നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നതാ നമ്മളെ ബൈക്ക് വെക്കുന്ന സ്ഥലമുണ്ട്. റോട്ട് മേലായിട്ട് നമ്മൾ ബൈക്ക് ആ വീട്ടിലേക്ക് വണ്ടി എത്താത്തതുകൊണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ പരിപാടി ഉണ്ട്. അത് ഇലക്ഷൻ്റെ എന്തോ സ്ക്വാഡ് വർക്കൊക്കെ പോയിട്ടാട്ട് ഏതാട്ടോ അവരെ പരിപാടി. കച്ചവടം നല്ല പൊടി പൊടിക്കുന്നുണ്ട്. എവിടെ ഇതൊക്കെ കഴിഞ്ഞോ? പുളിമുട്ടായൊക്കെ നിങ്ങളെ പരിപാടി പറഞ്ഞാലേ ഈ കീസൊക്കെ പൊറുക്കി നല്ല വൃത്തിയിലൊരു കീസൊക്കെ ഇടി. അല്ലെങ്കിൽ നിങ്ങളെ മറ്റേ ഇതിൻ്റെ ഇതിൽ പിടിക്കും. ഹരിതകർമ്മസേന കേട്ടോ. ഒക്കെ പൊറുക്കിയിടണേ. പ്ലാസ്റ്റിക് ഇങ്ങനെ നിരത്തിയിടാൻ പറ്റില്ല. സെംജാ അപ്പോൾ ഇതാ മുട്ടായിൻ്റെ ഇതുണ്ടല്ലേ, ഈ സോബാസിൻ്റെ മുട്ടായി ഉണ്ട്. പിന്നെ ഇതെന്തേനൊക്കെ സോബാസിൻ്റെ ഇതൊക്കെ അല്ലേ. ഇത് എരുവല്ലേ ഈ സാധനം? ചോപ്പ് സ്പൈസി അല്ലേ? വേറെ സാധനമല്ലേ കുരു ആക്കെ കഴിഞ്ഞോ? അപ്പോൾ എത്ര മുട്ടായി ഇപ്പോൾ കഴിഞ്ഞു? 3 മുട്ടായി 2 മുട്ടായി കഴിഞ്ഞില്ലേ? കുറേ ഐറ്റംസ്. ഇത് ഇന്നലെ ഫുള്ള് മാലല്ലേ? പൈസ ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. പൈസക്ക് അത്യാവശ്യം ആക്കി കേട്ടോ. അപ്പോൾ ഇതാട്ടോ, പിന്നെ നമ്മൾ ഈ സ്കൂൾ പൂട്ടലിൽ എന്ത് ചെയ്യണോ? പൈസ കച്ചവടം ചെയ്തിട്ട് എന്തുണ്ടാക്കണോ? പൈസ ഉണ്ടാക്കണം. മൊബൈലുമേ തോണ്ടരുത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? കച്ചവടം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ എന്ത് ചെയ്യും? ബാഗും പിന്നെന്താ വാങ്ങണ്ടേ? അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾ കച്ചവടം ഇതൊക്കെ ചെയ്ത് വളർന്നത് എന്തായാലും ഉപകാരമായി ന്യൂസേ. കച്ചവടം ഉണ്ടാവും. പിന്നെ ബിസിനസ് മെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മളെ ചെറുപ്പത്തിൽ നമ്മളും ഈ സാധനമൊക്കെ ഇങ്ങനെ പെറുക്കി വിറ്റ് നടന്നായിരുന്നു. അന്ന് നമ്മളൊക്കെ ഈ സാധനത്തിനൊക്കെ ഉണ്ടല്ലോ, ഈ മുട്ടായിക്കൊക്കെ പകരം കവറിലുള്ള മുട്ടായി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അണ്ടി, അതേപോലെ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടല്ലോ. അണ്ടി പറഞ്ഞാൽ നമ്മളെ മറ്റേ ക്യാഷ്നട്ട് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനായിട്ട് അണ്ടി എന്ന് പറയാം നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം കൊടുക്കും കേട്ടോ. അന്നൊക്കെ 5 പൈസ 10 പൈസൻ്റെ മുട്ടായി ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് എല്ലാം 1 ഉറുപ്പ്യക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 1 രൂപയുടെ മുട്ടായികളായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുറേ മുട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പൈസയൊക്കെ നമ്മൾ വീണ്ടും സാധനം ഇറക്കാനുള്ള പരിപാടിയാണ്. കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച സ്കൂളും മദ്രസൊക്കെ ലീവ് ആയതുകൊണ്ട് തൽക്കാലം ഇന്നൂടെ ഉണ്ടാവുള്ളൂ അല്ലേ സൂപ്പർ മാർക്കറ്റ്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ, വിരുന്ന് പോക്കൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇനി ഉണ്ടാകുക. അതാണ് സിലു കേട്ടോ. സിലു ആൻഡ് ഐഫ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര കൂലി അങ്ങനെ എടുക്കൽ? നിങ്ങൾ ഒരു ദിവസം 20 ഉറുപ്പ്യ? ലാഭം നഷ്ടമായി 20 ഉറുപ്പ്യ അല്ലേ? ഓക്കെ, ലാഭമില്ലാതൊക്കെ ഇല്ലല്ലോ ഒറ്റ ദിവസം. ഓക്കെ, എന്നാൽ ഡെയിലി ഒരു ആവറേജ് 200 ഉറുപ്പ്യൻ്റെ കച്ചവടമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവനാ കേട്ടോ വില്ലന്.
ഇവനാണ് വില്ലന് ഓണ്ടല്ലോ എടുക്കണേ പൈസ കൊടുക്കാതെ അവരുടെ സാധനം എടുക്കൂല കേട്ടോ പൈസ കൊടുത്തില്ലെങ്കിൽ അണ്ടാ അണ്ടാ ആ സാധനം ഞങ്ങൾ മുറിച്ചു പൈസ കൊടുക്കണം മുട്ടായിക്ക് ചേങ്ങാടല്ലേ കുപ്പി അടിക്കിട്ടുള്ളൂ പൈസ കൊടുക്ക് ഈ ചേങ്ങായി കടല് അത് എടുത്തേക്ക് നിങ്ങളെന്ത് വീടുകാരാ അതൊക്കെ സാധനം എടുത്ത് പോണേ അതൊക്കെ വാങ്ങിയേക്കി ഓൻ്റെ വണ്ടി എടുത്തിട്ട് ഓനെ ഒന്നെടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല കുട്ടിയാ കുറേ ഓൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു അവസാനം ഒന്നെടുത്തിട്ട് ഓൻ പോരുന്നുണ്ട് കേട്ടോ എത്താണ് പേര് വിട് 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 ഓനെ വിട് ഓനെ വിട്ടാളാ ഇതിൻ്റെ പേരെത്താ മുട്ടായി ഇതിൻ്റെ പേരെന്താ ഈ വിജി തിന്നണേൻ്റെ ചൗച്ചറോ മുട്ടായി ചങ്ങായി മുട്ടായി ഒക്കെ തിന്നുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മളെ ചെറിയൊരു വ്ളോഗാണ് നമ്മൾ ഞങ്ങൾ വിപുലീകരിച്ചിട്ട് ഇനി എന്തൊക്കെയാ വെള്ളത്തിൻ്റെ പരിപാടി തുടങ്ങുന്നുണ്ടോ ആൾക്കാർ ഇങ്ങോട്ട് എന്താ ചോദിക്കണം ഇവിടെ ഇല്ലാത്ത സാധനമൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വെള്ളം ഇല്ലാത്ത ചോദിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യുക സ്കൂൾ പൂട്ടിയല്ല മദ്രസ തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പിലിട്ടതും വെള്ളവും ഒക്കെ സെറ്റാക്കാം അല്ലേ അപ്പോൾ ഒരു ടേബിളോടി വേണ്ടി വരുമല്ലോ ഇതുമ്പോൾ നിരത്താൻ വലിയ ടേബിളാക്കേണ്ടി വരില്ലേ ഓക്കെ എന്നാൽ അപ്പോൾ ഞങ്ങളിതാ ഇവിടെയൊക്കെ മുട്ടായി കച്ചവടം ചെയ്തതിൽ മുട്ടായിൻ്റെ കവറുകൾ ഇവിടെ ഒക്കെ ഉണ്ട് ഒക്കെ നമ്മൾ എന്താ അനുസ കീസാൻ ചൊട്ടാ അത് പൊറുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒക്കെ കീസിലോട്ട് ഇട്ടിട്ടോ ഇത് എന്തിനാ നമ്മളിങ്ങനെ പൊറുക്കുന്നത് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തിട്ടാൽ എന്താ സംഭവിക്കുക മലിനീകരിക്കപ്പെടും അപ്പോൾ പ്ലാസ്റ്റിക് പൊതു സ്ഥലങ്ങളിൽ ഇടുന്ന എന്താണ് കുറ്റകൃത്യമാണ് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണോ പുറത്ത് കളയാതെ സൂക്ഷിക്കുക എന്നിട്ട് ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് കൊടുക്കണം കേട്ടോ എടാ ഈ ചങ്ങായിയാണ് വലിയ വില്ലണി ഇവിടെ നോക്കിടാ നമ്മളെന്ത് ചെയ്യുക തൽക്കാലം ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക നമ്മളിനി വലിയ കച്ചവടമായിട്ട് ഒന്നൊരു സെറ്റപ്പിൽ വീഡിയോ ചെയ്യുക അല്ലേ ഓക്കെ എന്നാൽ നമ്പറോ ബൈ 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 അറി ബൈ ബൈ പറി മുട്ടായി കവറോടൊക്കെ തിന്നണം കേട്ടോ ചുണ്ടാപ്പി